ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്ക് ശിലായപ്പൻ്റെ പ്രണാമം. ഇന്ന് വിഷ്ണുയോഗയുടെ 23ാമത്തെ പാഠമാണ്. നമ്മളിപ്പോൾ ദൈവത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം എന്ന് പറയുന്ന ഊർജ്ജമാണ്. അത് സകല ചരാചരങ്ങൾ ഒരുപോലെ കാണുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആ ഊർജ്ജത്തിൽ നിന്നാണ്. ആ ഊർജ്ജത്തെയാണ് നമ്മൾ നാരായണൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ ദൈവങ്ങളാണ്. നമ്മൾ നരൻ എന്നാണ് അറിയപ്പെടുന്ന മനുഷ്യരെ. നരനും നാരായണനും ഒന്ന് തന്നെയാണ്. നമ്മൾ ഈ ഭഗവാൻ നാരായണനെ കുറിച്ച് അറിയുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തിലെ സകല ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം കിട്ടുന്നതാണ്. ഭഗവാൻ എന്ന് പറയുന്നത് ഊർജ്ജമാണ്. അതെന്ന് പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ മൊത്തം ഊർജ്ജമാണ്. നമ്മളിലെല്ലാം അത് കുറേശ്ശെ ഇരിക്കുകയാണ്. പക്ഷേങ്കിൽ അത് ആരും തിരിച്ചറിയുന്നില്ല. ഞാനത് ഗുരുക്കന്മാരുടെ സഹായത്താലും എൻ്റെ നിയോഗം കൊണ്ട് ഞാൻ അതിനെ തിരിച്ചറിഞ്ഞു. ഇത് കലിയുഗമാണ്. ഇത് തീരാൻ സമയമായി വരികയാണ്. നമ്മൾ അതിനു മുമ്പ് എല്ലാവരും അറിഞ്ഞേ പറ്റുള്ളൂ ദൈവത്തിൻ്റെ യഥാർത്ഥ സത്യം. ഇന്ന് ലോകത്ത് പലതരം മതങ്ങളുണ്ട്. അവർ എല്ലാം അവരുടെ ദൈവമാണ് ശരിയെന്ന് പറയുന്നു. പക്ഷേ ഒരു മതവും ശരിയായ പാതയിലല്ല പോകുന്നത്. ആരും യഥാർത്ഥ ദൈവമായ മനുഷ്യനെ തിരിച്ചറിയുന്നില്ല. മനുഷ്യൻ തന്നെയാണ് യഥാർത്ഥ ദൈവം. നമ്മളിലിരിക്കുന്ന ഊർജ്ജമാണ്. ആ ഊർജ്ജം നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ആ ഈശ്വരനെ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ എൻലൈറ്റ്മെൻറ്റ്, ആത്മദർശനം എന്നൊക്കെ പറയുന്നത്. അപ്പം ആത്മദർശനം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾക്ക് ഭക്തി ഉണ്ടായേ പറ്റുള്ളൂ. അതിൻ്റെ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് ഭക്തിയാണ്. ഭക്തിയിൽ കൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇത്രയും ലെസന് ഞാൻ ഇപ്പം രണ്ടാമത് റീഷൂട്ട് ചെയ്തെടുത്താണ്. ബാക്കി ലെസനുകളിലൊക്കെ ഇനി വിശദമായ കാര്യം. കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് വിഷ്ണു യോഗയുടെ 24ാമത്തെ പാഠമാണ്. വിഷ്ണു യോഗയിൽ കൂടി നമ്മൾ മാതാപിതാ, ഗുരു, ദൈവം എന്നീ തത്വങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സനാതന ധർമ്മത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. സനാതന ധർമ്മത്തിന് 10 ഘടകങ്ങളുണ്ട്. ആ 10 ഘടകങ്ങൾ എന്താണ് നമുക്ക് പെട്ടെന്ന് നോക്കാം. 1 2 ഇതിഹാസങ്ങളാണ്, രാമായണവും മഹാഭാരതവും. 2 4 വേദങ്ങൾ. 3 4 യുഗങ്ങൾ. 4 18 പ്രപഞ്ചതത്വങ്ങൾ. 5 18 ശാസ്ത്രങ്ങൾ. 6 18 പുരാണങ്ങൾ. 7 24 സനാതന മൂല്യങ്ങൾ. 8 24 അവതാരങ്ങൾ. 9 1179 ഉപനിഷത്തുകൾ. 10 നാരായണന്റെ 3 അവസ്ഥകളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരും. ഈ 10 ഘടകങ്ങളും ചേർന്നെങ്കിൽ മാത്രമേ സനാതനധർമ്മം പൂർണ്ണമാവുകയുള്ളൂ. ഇന്ന് നമ്മൾ യുഗങ്ങളെക്കുറിച്ച് 4 യുഗങ്ങളെക്കുറിച്ച് അല്പം പഠിക്കാം. നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ജനനവും മരണവും യുഗങ്ങൾ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രപഞ്ചത്തിന് ജനനമുണ്ട്, മരണമുണ്ട്. ജനിക്കാൻ 1000 ചതുർയുഗങ്ങൾ, മരിക്കാൻ 1000 ചതുർയുഗങ്ങൾ. ഈ ചതുർയുഗങ്ങൾ എന്ന് പറയുന്നത് 4 യുഗങ്ങൾ ചേരുന്നതാണ്. ഈ ഒരു ചതുർയുഗം എന്ന് പറയുന്നത് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നീ 4 യുഗങ്ങൾ ചേരുന്നതാണ് ഒരു ചതുർയുഗം. ഇങ്ങനത്തെ 1000 ചതുർയുഗങ്ങൾ ചേരുമ്പോഴാണ് പ്രപഞ്ചത്തിന് ഒരു പകൽ ഉണ്ടാകുന്നത്. അതായത് പ്രപഞ്ചം ജനിക്കുന്ന ഇങ്ങനെ 1000 ചതുർയുഗങ്ങൾ ചേരുമ്പോഴാണ്. അതുപോലെ പ്രപഞ്ചം മരിക്കുമ്പോഴും 1000 ചതുർയുഗങ്ങൾ പൂർത്തിയാവണം. അങ്ങനെ മൊത്തം 2000 ചതുർയുഗങ്ങൾ പൂർത്തിയാകുമ്പോൾ പ്രപഞ്ചം